നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായി 3 MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ ആവേശത്തിലാണ് BJP. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം പ്രകടനമായാണ് രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ, BB ഗോപകുമാർ എന്നിവർ നിയമസഭയിലേക്ക് എത്തിയത്. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, ചെണ്ടമേളവും മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകരുടെ ആവേശം. രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് കാൽനടയായി രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും BB ഗോപകുമാറും നിയമസഭയിലേക്ക്. അനുഗമിച്ച് PK കൃഷ്ണദാസ്, ശോഭാ സുരേന്ദ്രൻ, S സുരേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ. കേരള രാഷ്ട്രീയത്തിന് ചരിത്രത്തിൽ ആദ്യമായി BJPന്റെ ഒരു സ്പീക്കർ സ്ഥാനാർത്ഥി ഉണ്ടാവും. ശ്രീ ഗോപകുമാർജി ആയിരിക്കും ഞങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥി. 16-ാം കേരള നിയമസഭയിലെ BJPയുടെ ആദ്യ MLA-ആയി ചാത്തന്നൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട BB ഗോപകുമാർ 33-ാമനായി സത്യപ്രതിജ്ഞ ചെയ്തു. BB ഗോപകുമാർ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് കഴക്കൂട്ടം MLA വി മുരളീധരൻ 64-ാമനായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. നേമത്തു നിന്ന് വിജയിച്ച സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് പ്രതിപക്ഷ നിരയുടെ മുൻ സീറ്റിൽ ഇരിപ്പിടം ലഭിച്ചു. മലയാളത്തിൽ സത്യപ്രതിജ്ഞ. രാജീവ് ചന്ദ്രശേഖർ കുടുംബസമേതമാണ് നിയമസഭയിലെത്തിയത്. വി മുരളീധര പക്ഷവുമായി തർക്കമുണ്ടെങ്കിലും രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കും BJPയുടെ പാർലമെന്ററി പാർട്ടി ലീഡർ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.